ലക്ഷ്യബോധമുള്ളവന്റെ യാത്രകൾക്ക് പ്രതിബന്ധങ്ങൾ വെറും വഴിവിളക്കുകൾ മാത്രമാണ്. ഇതാ ഒരു ജനതയുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ ആ ജനനായകൻ അരികിലെത്തുന്നു. ക്ലാസ് റൂമുകളിൽ നിന്നും ക്യാമ്പസിന്റെ ജനകീയ വീതിയിലേക്ക്, അവിടെ നിന്ന് നിയമസഭയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ധീരമായ ശബ്ദമായി മാറിയ ഉജ്ജ്വല രാഷ്ട്രീയ നാൾവഴികൾ. പ്രതിപക്ഷത്തിന്റെ അമരത്തിരുന്ന് ജനങ്ങളുടെ കാവലാളായി മാറിയപ്പോഴും വഴിയിൽ കല്ലുവെച്ചവരും മുള്ളുപാകിയവരും അനവധിയായിരുന്നു. പരീക്ഷണങ്ങളുടെ കനൽ വഴികളിലൂടെയായിരുന്നു ആ യാത്ര. ആരോപണങ്ങളുടെ സരശയകളും രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ചതിക്കുഴികളും മുന്നിൽ വന്നിട്ടും പതറാതെ നെഞ്ചുറപ്പോടെ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയോടെ അദ്ദേഹം മുന്നോട്ട് നടന്നു. കാരണം അദ്ദേഹത്തിന്റെ കരുത്ത് പിന്നിൽ അണിനിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയും അചഞ്ചലമായ വിശ്വാസവുമായിരുന്നു. അധികാര കസേര ലക്ഷ്യമാക്കിയുള്ള ഒരു ഓട്ടമായിരുന്നില്ല അത്, മറിച്ച് ജനാധിപത്യത്തിന്റെ നന്മ കാക്കാൻ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചരിത്രപരമായ ദൗത്യമായിരുന്നു. ആ ജനഹിതത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രതിസന്ധികളുടെ വൻ മതിലുകളെ തല്ലിത്തകർത്ത് കൊടുങ്കാറ്റിലും ഇലയാത്ത അമരക്കാരനായി ഇതാ ആ സാരഥി വരികയാണ്. നാളെ ആ ചരിത്ര മുഹൂർത്തം കേരളത്തിന്റെ മണ്ണിൽ കുറിക്കപ്പെടും. കേരളത്തിന്റെ മണ്ണും മനസ്സും ഒരേപോലെ ആഗ്രഹിച്ച ആ സുദിനത്തിൽ ജനങ്ങളുടെ താല്പര്യം മാത്രം നെഞ്ചിലെത്തി പ്രതിജ്ഞാവാചകങ്ങൾ ഉരുവിട്ട് ആ ജനനായകൻ ജനാധിപത്യത്തിന്റെ പരമോന്നത പീഠത്തിലേക്ക് നടന്നു നീങ്ങും. ഇനി കേരളം ഭരിക്കുക ജനകീയതയുടെ ഈ പുതിയ മുഖമാണ്. വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളുടെ, നന്മയുടെ, വികസനത്തിന്റെ, ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അധിപൻ, നമ്മുടെ പ്രിയങ്കരനായ നവമുഖ്യമന്ത്രി ശ്രീമാൻ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന DPS. കയ്യടികളോടെ, ആവേശത്തോടെ നമുക്കും അണിചേരാം ഈ ചരിത്രയാത്രയിൽ.